ക്രിസ്തുയേശുവിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. 2 തിമോഥെയോസ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വാക്യം. ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെയത്രേ ദൈവം നമുക്ക് തന്നത്. എഫേസോസിലെ സഭയെ നയിക്കുന്ന യുവ ദൈവദാസനായ തിമോഥെയോസ് പീഡനങ്ങളും എതിർപ്പുകളും കാരണം തളർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പൗലോസ് അപ്പോസ്തലൻ ഈ കത്തെഴുതുന്നത്. മരിക്കാറായ പൗലോസ് തന്റെ ശിഷ്യനെ ധൈര്യപ്പെടുത്താൻ ശ്രമിക്കുന്ന വേദഭാഗമാണ് നാം ഇപ്പോൾ വായിച്ചത്. ഭയം അത് ദൈവത്തിൽ നിന്നുള്ളതല്ല. ഭയം നമ്മെ തളർത്തുന്ന ഒന്നാണ്. എന്നാൽ ഒരു വിശ്വസിക്ക് ലഭിച്ചിരിക്കുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല. അതുകൊണ്ട് ഏത് സാഹചര്യങ്ങളെ കണ്ടും നാം ഭയപ്പെടേണ്ടതില്ല. 3 ആയുധങ്ങളെ പൗലോസ് ഇവിടെ പരിചയപ്പെടുത്തുന്നു. 1, ശക്തി. ശക്തി എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം കഴിവല്ല. ഏത് പ്രതിസന്ധികളെയും നേരിടുവാനും ദൈവവിളി പൂർത്തിയാക്കാനും ആവശ്യമായ ആത്മീയ ശക്തി പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നു. 2, സ്നേഹം. സ്വാർത്ഥത ഇല്ലാതെ മറ്റുള്ളവരെ സ്നേഹിക്കാനും കഷ്ടപ്പാടുകൾക്കിടയിലും ക്രിസ്തീയമായ സ്നേഹത്തിൽ നിലനിൽക്കാനും ഈ സ്നേഹം നമ്മെ സഹായിക്കുന്നു. പരിശുദ്ധാത്മാവ് നൽകുന്ന സ്നേഹം അത് ഒരിക്കലും ഒരു വ്യക്തിയിൽ നിന്നും മാഞ്ഞു പോകുന്ന ഒന്നല്ല. 3, സുബോധം. ഏത് സമ്മർദ്ദഘട്ടങ്ങളിലും ചിന്താക്കുഴപ്പമില്ലാതെ വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള മനസ്സിന്റെ ഉറപ്പാണ് ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിലൂടെ നൽകുന്നത്. പ്രിയരെ, ഇന്ന് നമ്മെ ഭയപ്പെടുത്തുന്ന ഏത് സാഹചര്യങ്ങൾ ഏതുമാകട്ടെ, ദൈവം തന്ന ശക്തിയും സ്നേഹവും സുബോധവും ഉപയോഗിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.